തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഒരു മണിക്കൂറിലെ ഫലം പുറത്തു വരുമ്പോൾ LDF UDFിനേക്കാൾ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NDAയുടെ BJPയുടെ മുന്നേറ്റം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം, തൃശ്ശൂരിലടക്കം, പാലക്കാടടക്കം BJPയുടെ വലിയ മുന്നേറ്റം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ജനഹിതം BJPക്ക് അനുകൂലമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 മുനിസിപ്പാലിറ്റി, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകളിൽ BJP മുന്നേറ്റം നടത്തുന്നു. താനൂരിൽ BJP 6 മുന്നേറ്റം നടത്തുകയാണ്. കോർപ്പറേഷൻ 2 കോർപ്പറേഷനുകളിൽ BJP മുന്നേറ്റം നടത്തിയിരിക്കുന്നു. കേരളത്തിൽ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 2 BJPയുടെ മുന്നേറ്റം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. LDF 3 ലീഡ് ചെയ്യുന്നു, 1 UDF ലീഡ് ചെയ്യുന്നു. കേരളത്തിലാകെയുള്ള മുനിസിപ്പാലിറ്റികളിൽ 28 LDF, 32 UDF, 3 NDA ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ 3 LDF, 4 UDF, 1 UDF മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ചെങ്ങന്നൂരിൽ BJPയുടെ NDAയുടെ വലിയ ലീഡ്. BJP NDA മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകളിൽ NDA ലീഡ് ചെയ്യുന്നു, 1 മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 12 NDA ലീഡ് ചെയ്യുന്നു, BJP ലീഡ് ചെയ്യുന്നു, 10 LDF ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ്, അതായത് UDF ചിത്രത്തിലേ ഇല്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. കണ്ണമ്മൂലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയുമായ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാധാകൃഷ്ണൻ മറ്റ് 3 മുന്നണികളെയും പിന്നിലാക്കി ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്.